ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ണകലത്തിൽ എത്താറുമായിരിക്കുന്നു. ആരെയാണോ കാത്തിരിക്കുന്നത്? ഈ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ അവളെ കണ്ടുമുട്ടണമെന്നാണ് നിയോഗം. ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല. നവീന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടി വന്നാലും ഈ കല്യാണം നടക്കില്ലെന്ന് ഞാൻ പറയും. അതിനുള്ള മനഃശക്തി കിട്ടാൻ വേണ്ടിയാ ഞാൻ ക്ഷേത്രത്തിൽ പോന്നേ. നീ തടയണ്ട. ഇന്ന് രാത്രി ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. അമ്മേ, ആരെയും ബലി കൊടുക്കാൻ വയ്യ. ഇനിയൊരു മരണം കാണാനുള്ള കരുത്ത് എനിക്കില്ല. സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. മോളെ, എന്താ മോളെ? ഒന്നുമില്ല ഗോപാലമ്മ, ഞാൻ വെറുതെ എല്ലാം കൂടി ഒന്ന് കണക്കൂട്ടി നോക്കുമായിരുന്നു. നമ്മുടെയൊക്കെ കണക്കുകൾക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും അതെപ്പോഴും നഷ്ടത്തിലല്ലേ അവസാനിക്കൂ. ഞാനിതുവരെ വലിയ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്റെ പ്രായത്തിലുള്ളവർ പറയുന്നത് പോലെ കുറച്ച് ആഭരണങ്ങളെ കുറിച്ചോ വസ്ത്രങ്ങളെ കുറിച്ചോ വലിയ വീട്ടിൽ ജീവിക്കുന്നതിനെ കുറിച്ചോ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചോ ഒന്നും ശരിക്കും എനിക്കൊരു സ്വപ്നവും ഇല്ലായിരുന്നു. ആകെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അമ്മയുടെ കാര്യം. ആ പാവം ഒരു കുഴപ്പമില്ലാതെ എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് സമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രം കണ്ടാ മതി. അതുപോലെ സാധിച്ചു തരുന്നില്ലല്ലോ ദൈവം. ഗോപാലമാമൻ എന്ത് പറയാനാ മോളെ? നിന്റെ അവസ്ഥ കണ്ടാലേ ദൈവങ്ങളെ പോലും ചീത്ത വിളിച്ചു പോകും. അവര് കണ്ണി ചോരയില്ലാത്തവരാ. എന്റെ അമ്മയ്ക്ക് ഇന്നലെ സംഭവിച്ച പിന്നെ ഞാൻ ഈ ഭൂമുഖത്ത് കാണില്ല. ആ തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ട്. ഗോപാലമാമ ഇവിടെ ഇരിക്കണം കേട്ടോ. ഞാനേ ആ നാഗത്ത ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ശീലായിപ്പോയി. സങ്കടം വന്നാ അവരുടെ മുന്നിൽ പോയി നിൽക്ക, എല്ലാം പറയാം. എന്നിട്ട് വിധി എന്താണെന്ന് അവര് തീരുമാനിച്ചോട്ടെ. എന്റെ ഈശ്വര, എന്റെ കൊച്ചിനൊരു വഴി കാണിച്ചു കൊടുക്കണേ. നാഗപ്രീതിക്കുള്ള പൂജകളൊക്കെ യഥാവിധി ചെയ്തു കഴിഞ്ഞു. നാഗദേവതകൾ സംതൃപ്തരായോ എന്നാണ് ഇനി നോക്കേണ്ടത്. എല്ലാവരും ചിത്രകൂടത്തിൽ 100 പാലും അർപ്പിച്ച ശേഷം അത് കൈക്കൊള്ളാൻ നാഗദേവതകൾ പ്രത്യക്ഷപ്പെട്ടാലാണ് നാഗങ്ങൾ സംതൃപ്തരാകുക. എല്ലാവരും നാഗദൈവങ്ങളെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക.
ദൈവങ്ങളെ, എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എനിക്കെടുക്കേണ്ടി വന്നിരിക്കുക. കുറെ പേരുടെ കണ്ണീര് വീഴുന്ന കാര്യമാണിത്. ഖാത്തുമോള് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളാ. അവളുടെ ആയുസിനു വേണ്ടി നവീനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അതിനുള്ള മനക്കരുത്ത് എനിക്ക് തരണേ. കളരിക്കൽ കുടുംബം പ്രാർത്ഥനയോടെ ഒരു ശാപമോക്ഷത്തിനു വേണ്ടി കാത്തിരിക്കുക. ശാപമോക്ഷം തരാനുള്ള നാഗപ്രീതിയുള്ള ആ പെൺകുട്ടിയെ വൈകാതെ അവിടുന്ന് കാണിച്ചു തരണേ. ദൂരെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണകലത്തിൽ എത്താറുമായിരിക്കുന്നു. ആരെയാണോ കാത്തിരിക്കുന്നത്, ഈ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ അവളെ കണ്ടുമുട്ടണമെന്നാണ് നിയോഗം. സംശയം വേണ്ട, കണ്ടിരിക്കും. ഈശ്വര, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വലിയൊരു തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കാം. എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു.